നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഗിരിയെ ശല്യപ്പെടുത്താനായിട്ട് ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് ഞാനങ്ങ് പൊക്കോളാം. താങ്ക് യു ഗിരി. ഈ മനസ്സിലിപ്പോ എന്താണെന്നുള്ളത് എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. ഐ എം സോറി ഗിരി. എന്തിന്? മനഃപൂർവ്വം അല്ലെങ്കിലും ഗിരിയുടെ ജീവിതത്തിലെ ഈ വലിയ പ്രതിസന്ധിക്ക് കാരണം ഞാനാണെന്ന് എനിക്കറിയാം. ഏയ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിൽ ഒരു കാര്യമില്ല സുമി. കാര്യമുണ്ട്. ഞാനെന്നൊരാൾ ഗിരിയുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എടുത്ത തീരുമാനങ്ങളെല്ലാം ഉറച്ചു നിൽക്കാനായിട്ട് ഗിരിക്ക് കഴിഞ്ഞേനെ. എനിക്ക് വേണ്ടി ഗിരി ചെയ്ത വലിയ ത്യാഗങ്ങളൊക്കെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ കാരണം ഗിരി അനുഭവിക്കേണ്ടി വന്ന അപമാനങ്ങൾ എത്രമാത്രമാണെന്നും എനിക്കറിയാം. ശ്രീകുട്ടൻ ഒരിക്കലും ഗിരിയുടെ അടുത്ത് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു. മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും എന്റെ അമ്മ വരെ ഗിരിയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പം മാപ്പ് പറഞ്ഞത്. അതൊന്നും വേണ്ട സുമി, ഞാനതൊക്കെ എപ്പോഴേ മനസ്സിൽ നിന്ന് കളഞ്ഞു. ഗിരിക്ക് അതൊക്കെ മറക്കാനായാലും എന്റെ മനസ്സിൽ നിന്ന് അതൊന്നും ഒരിക്കലും പോവില്ല. ഞാൻ അപമാനിക്കപ്പെട്ടാലും ഞാൻ സഹിക്കും. പക്ഷേ ഗിരി അപമാനിതനാവുന്നത് എനിക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. അത് ഞാൻ കാരണം, എന്റെ വീട്ടുകാർ കാരണം. ഓരോ തവണയും ഒരു വാക്കുകൊണ്ട് പോലും പ്രതികരിക്കാനാവാതെ എനിക്കത് കേട്ടും സഹിച്ചു നിൽക്കേണ്ടി വന്ന കാര്യം ഓർക്കുമ്പോൾ ഏയ്, അപ്പോഴത്തെ സാഹചര്യങ്ങൾ എനിക്ക് മനസ്സിലാവും സുമി. അതൊന്നും സാരല്ലോ. എനിക്ക് സുമിയോട് ഒരു പരാതി ഇല്ലാട്ടോ. എനിക്ക് ആരോടെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതെന്നോട് തന്നെയാണ്. മരിച്ചുപോയ എൻ്റെ അച്ഛനോടോ ജീവിച്ചിരിക്കുന്ന എൻ്റെ അമ്മയോടോ ഒരു കാലത്തും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് ഞാനിന്ന് മാറ്റി പറഞ്ഞ ഈ തീരുമാനം. അതിന്റെ പേരിൽ സ്വയം എന്നോട് തന്നെയാ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഗിരി മാറ്റി പറഞ്ഞ തീരുമാനമേ എത്ര പേരുടെ മനസ്സിലെ തീയാ കെടുത്തിയെന്നറിയൂ. എന്റെ അച്ഛനമ്മമാരുടെ കണ്ണില് ഗിരി ചെയ്ത ഏറ്റവും വലിയ പുണ്യം അത്. ഇല്ല, ഒരു സാഹചര്യങ്ങളും ഞാൻ ചെയ്തതിനെ ന്യായീകരിക്കില്ല സുമി. നിതീഷിന്റെയും നന്ദിതയുടെയും കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു ബന്ധം തന്നെ ആയിരുന്നു സുമി. അതിലെനിക്കൊരു സംശയമില്ല. ഒരിറ്റു പോലും സമൂഹത്തോടെ അല്ല ഞാനതിന് അനുവാദം മൂളിയത്. എൻ്റെ അച്ഛനെ കൊലയ്ക്ക് കൊടുത്തവരോട് തോറ്റു മടങ്ങാണ് ഞാനിപ്പോൾ ചെയ്തത്. എൻ്റെ അമ്മയോട് ബാക്കിയുള്ള ജന്മങ്ങൾ കൊണ്ടെങ്കിലും ചെയ്തു തീർക്കേണ്ട പ്രായശ്ചിത്തത്തിൽ നിന്ന് പിന്മാറുകയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കല്യാണം നടക്കുന്നതോടെ എൻ്റെ അച്ഛൻ്റെ ആത്മാവിനും എൻ്റെ അമ്മയ്ക്ക് മുന്നിൽ ഞാൻ വലിയൊരു അപരാധിയാവുകയാണ്. നിനക്ക് വേണ്ടി, നിന്റെ വീട്ടുകാർക്ക് വേണ്ടി. ചായ വേണോ ഇന്ദിര? വേണ്ട. അമ്മേ വരൂ. കല്യാണക്കാര്യത്തില് തീരുമാനമായതോടെ ഇന്ദിരയുടെ അസുഖമൊക്കെ പമ്പ കടന്നല്ലോ. ആള് നല്ല ഉഷാറായല്ലോ. ഡാ മോളെ, ഇത്തിരി മധുരം. എല്ലാം നല്ല വഴിക്കായതിന്റെ സന്തോഷത്തിന് വാങ്ങിയതാ. അച്ഛനും കൊടുക്ക്. ഞാൻ മധുരം അധികം കഴിക്കാറില്ല. എന്നാലും അനുഭവിച്ച കയ്പ് മറക്കാൻ ഒരല്പം ആവാം, അല്ലേ മോളെ? അല്ല, ശ്രീ എവിടെ? കുറച്ചു ദിവസമായിട്ട് അവൻ ലീവല്ലേ, അവൻ ഓഫീസിൽ പോയി. ഇപ്പൊ എങ്ങനെയുണ്ട് ഇന്ദിര? ഇപ്പൊ എന്നെ വീട്ടിൽ കൊണ്ടുപോയാലും കല്യാണത്തിനൊരുങ്ങാൻ ഞാൻ റെഡിയാ. ഇപ്പൊ നിനക്ക് എന്തു തോന്നുന്നു മോളെ? ഞാൻ പറഞ്ഞതുപോലൊക്കെ നടന്നില്ലേ? കല്യാണത്തിന് സമ്മതം മൂളിയെങ്കിലും എന്റെ തക്കുടുവിന്റെ മനസ്സ് ഒരുപാട് നീറുന്നുണ്ട് മോളെ.
അവൻ ഇത്രയും വിഷമിച്ച് ഇതിനു മുമ്പ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എനിക്കറിയാം അച്ഛമ്മേ. എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഗിരിയുടെ കൂടെ ഉറച്ചു നിന്നേനെ. നന്ദുവിന്റെ വയറ്റില് നിതീഷിന്റെ കുഞ്ഞു വളരുന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ ഞാൻ ഈ കല്യാണത്തിന് കൂട്ടുനിൽക്കുന്നത്. അതല്ലായിരുന്നെങ്കിൽ ഗിരിയെപ്പോലെ തന്നെ ഞാനും ഈ ബന്ധത്തിന് ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു കുരുക്ക് ഇക്കാര്യത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എന്റെ വീട്ടുകാരും നന്ദുവിന്റെ വാശിക്ക് വഴങ്ങേണ്ട അവസ്ഥയിൽ എത്തില്ലായിരുന്നു. എന്തായാലും നന്ദിത കാണിച്ചത് വലിയൊരു കടുങ്കൈ ആയിപ്പോയില്ലേ മോളെ. അതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്നത് എല്ലാം ഇന്നലെയല്ലേ. പാവം. അല്ല, എന്തായി മോളെ ആശുപത്രിയിലെ കാര്യങ്ങൾ? ഇന്നലേക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പോ അമ്മ ഡിസ്ചാർജ് ആയതൊന്നും അച്ഛൻ അറിഞ്ഞില്ലേ? നന്ദുവിന്റെ കല്യാണക്കാര്യം ശരിയായെന്നറിഞ്ഞ നിമിഷം മുതൽ അമ്മയുടെ അസുഖമൊക്കെ എവിടെയോ പോയി. ഇന്നലെ തന്നെ ഡിസ്ചാർജ് ഒക്കെ വാങ്ങി വീട്ടിൽ വന്നു. ഇപ്പൊ അമ്മയ്ക്ക് ഒരു അസുഖവും ഇല്ല. നല്ല സ്മാർട്ട് ആയിട്ടിരിക്കുന്നു. ഈശ്വരൻ സഹായിച്ച് ഇന്ദിരയുടെ ആരോഗ്യം എന്നും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കല്യാണം നടക്കുന്നുള്ള വാർത്ത കേട്ടതോടെ സ്വിച്ചിട്ട പോലെ എന്റെ അമ്മയുടെ അസുഖമൊക്കെ മാറിയത്. ഡോക്ടർമാർക്ക് പോലും അത്ഭുതമായി. അതുപോലെ തന്നെ ആ വീട്ടിലെ എല്ലാവരും. അവരെല്ലാം ഒരുപാട് അനുഭവിച്ചതല്ലേ. അതുകൊണ്ടായിരിക്കും ഇപ്പോഴത്തെ സന്തോഷത്തിന്റെ അളവങ്ങ് കൂടിയത്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം. പക്ഷേ എന്റെ തക്കടു മാത്രം ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്നത് കാണുമ്പോ എനിക്കൊരു സങ്കടം പോലെ. ആ നൊമ്പരം എന്റെ ഉള്ളിലുണ്ട് അച്ഛമ്മ. ഗിരിയുടെ വിഷമം എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും? തെളിച്ച വഴിക്ക് പോയില്ലെങ്കിൽ പോയ വഴിക്ക് തെളിക്കുക എന്ന് പറയാറില്ലേ? ഈ കാര്യത്തിൽ ഇനി അത് മാത്രമേ നമ്മളെ മുന്നിലുള്ള പോംവഴിയുള്ളൂ. നന്ദിതയുടെ കല്യാണം നടക്കുകയും വേണം, മഹാലക്ഷ്മിയെ നമുക്കിവിടെ കൊണ്ടുവരികയും വേണം. ഇത് രണ്ടും വലിയ പരുക്കില്ലാതെ എങ്ങനെ നടത്താമെന്നാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. ഗിരിയുടെ അമ്മയെ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാനേ പറ്റില്ല. ഗിരി പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്താ ഇവിടെയുള്ളവര് അതിനോട് എങ്ങനെയാ പ്രതികരിക്കുന്ന നമുക്ക് അറിയില്ല അച്ഛമ്മേ. പ്രത്യേകിച്ചും നന്ദിതയെ പോലെ ഒരാള് നിതീഷിന്റെ ഭാര്യയായിട്ട് ഈ കുടുംബത്തിലേക്ക് കേറി വരുന്ന അവസ്ഥയില്. അതെനിക്കറിയാം മോളെ. എന്തായാലും ഈ യുദ്ധത്തിൽ ആദ്യ വിജയം അനുരാധക്കായി പോയി. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എറിയുന്ന ആളുകളാ അനുരാധയും കൂട്ടരും. മഹാലക്ഷ്മിയെ ഈ വീട്ടിൽ കയറ്റാതെ തൽക്കാലത്തേക്കെങ്കിലും പടിക്ക് പുറത്തു നിർത്താൻ അവളെ കൊണ്ട് സാധിച്ചിരിക്കുന്നു. ഗിരിയുടെ അച്ഛനോട് കാണിച്ച ക്രൂരതക്കുള്ള ശിക്ഷ അനുരാധക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റാതെ പോയി എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അത് തന്നെ അച്ഛമ്മേ ഗിരിയുടെ സങ്കടം. ഇതിനെല്ലാം ഞാനും എന്റെ വീട്ടുകാരും നിമിത്തമായി എന്നുള്ളതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. പോട്ടെ മോളെ, ഇനി അതൊന്നും ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. നിന്റെ അനുജത്തിക്കുട്ടിയുടെ ഭാവി അത് മാത്രമാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് മുത്തേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.